കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള രചനോത്സവവും അധ്യാപകർക്കുള്ള കലോത്സവവും നടത്തി. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളതിൻ്റെ നോട്ടീസിലെല്ലാം വായിച്ചിട്ടുണ്ടാകും. മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം, ഈ 3 ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ കാലിക പ്രസക്തിയുള്ള ഒരാശയം അഥവാ മുദ്രാവാക്യമാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, മതനിരപേക്ഷ വിദ്യാഭ്യാസം. നമുക്കറിയാം, കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം തീർച്ചയായും ജനാധിപത്യപരമായ ഒരു ഉള്ളടക്കമുള്ളതും മതനിരപേക്ഷ മനോഭാവം ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുള്ളത്. ജില്ലാ സെക്രട്ടറി ഏലിയസ് മാത്യു അധ്യക്ഷനായി. ഒരു മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ 33ാമത് ജില്ലാ സമ്മേളനത്തിന് വൈപ്പിൻ ആതിഥ്യമരുളുന്നത്. ഒരു ഷൈൻ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ വിവിധ ധാരകളിലുള്ളവരെ ഈ സമ്മേളനവുമായി കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രരചനാ മത്സരവും അതിനുശേഷം അധ്യാപക കലോത്സവവും നടത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. സമൂഹത്തിൽ മാറ്റമുണ്ടാകാൻ കഴിയുന്ന വിധത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് വിദ്യാഭ്യാസത്തെ നിർവചിച്ചിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ പ്രസംഗിച്ചു. അറിവിൻ്റെ, ആഘോഷത്തിൻ്റെ, ടൂറിസത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ റോഡിൻ്റെ, ഇപ്പോൾ തീരദേശ റോഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു, വൈപ്പിൻ തീരദേശ റോഡ്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വളരെയധികം ഊർജ്ജമുള്ള, കാര്യപ്രാപ്തിയുള്ള സംഘാടകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട MLA. അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തതിൽ സംഘാടകർ എന്നുള്ള നിലയ്ക്കുള്ള ഹൃദ്യമായ അഭിനന്ദനവും സന്തോഷവും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പൂർവ്വ അധ്യാപക സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോണി കോമത്ത് ഉദ്ഘാടനം ചെയ്തു. 2022 നമ്മൾ 73 സമരത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് വലിയൊരു കൂട്ടായ്മ നടത്തി. ആ കൂട്ടായ്മയിൽ അന്ന് നമ്മളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും നമ്മുടെ സംഘടനയ്ക്ക് അന്നില്ല. കാരണം അന്ന് അധ്യാപകൻ അത്രയും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അന്ന് അധ്യാപക പ്രസ്ഥാനങ്ങളും ആ സമരത്തിൽ അണിചേർന്നിട്ടുള്ളവരും അധ്യാപകരുടെ, ജീവനക്കാരുടെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾക്കും സർവീസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് ആ സമരങ്ങൾക്കെല്ലാം തീക്ഷ്ണമായി പങ്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആ സമരങ്ങളെല്ലാം നയിച്ചത്. PM ഷൈനി, KV രതീഷ്, K അജിത, KJ ഷീജ എന്നിവർ സംസാരിച്ചു. ജനുവരി 6, 7 തീയതികളിലായി പറവൂരിൽ വെച്ചാണ് KSTA ജില്ലാ സമ്മേളനം നടക്കുന്നത്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.